ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നിൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പം മക്കൾക്ക് രണ്ടാക്കും സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം നമ്മൾ എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആവുമല്ലോ. അങ്ങനെ എണീറ്റ് ഞാൻ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. എന്നാലേ ചെറുതായിട്ട് ലൈറ്റൊക്കെ അടിച്ചിട്ട് എസിസാൻ എണീക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറേ നേരം കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നതിൻ്റെ ഫസ്റ്റത്തെ പണി ഇപ്പോൾ ഇതാണ് കേട്ടോ. ഈ ഒരു ട്രേയിൽ ഞാൻ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. ഉണങ്ങാത്തത് ഞാൻ ഇതേപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കലാണ്. ഇനിയിപ്പോൾ അതാ ഞാൻ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് കേട്ടോ. ചായ ഇടയ്ക്കിടയ്ക്ക് ചായ വേണം. അപ്പം ഫുള്ള് ചായ ഉണ്ടാക്കുന്ന പണിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ ഞാനിതാ ചായക്ക് വെള്ളം വെച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നൈസ് പത്തിരി ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ എടുക്കൽ. അങ്ങനെ ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ വെള്ളം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യും. എന്നിട്ട് വേഗം ഓഫാക്കും കേട്ടോ. കുറേ നേരം വെക്കുകയാണെങ്കിൽ പൊടി കരിഞ്ഞു പോകും അടിയിൽ. അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. തലേ ദിവസം വൈകുന്നേരം വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കിയതിൽ കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രാത്രി തന്നെ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി. അത് ഞാൻ ജസ്റ്റ് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്, ജസ്റ്റ് തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ചില്ലി ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു പത്തിരിക്ക് പൊടി ചൂടോടെ തന്നെ കുഴച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ പാടെ തന്നെ അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു തട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിത് മാറ്റി ജസ്റ്റ് കുഴച്ച് തുടങ്ങുമ്പോഴേക്കും എൻ്റെ ജമാന് എണീറ്റു കേട്ടോ. അപ്പം ഞാൻ വേഗം ഓൻ്റെ അടുത്തേക്ക് പോയി. ചില ദിവസങ്ങളിൽ നല്ല മൂഡായിരിക്കും എണീറ്റാൽ, ചില ദിവസം ഭയങ്കര വാശിയായിരിക്കും. ഇന്ന് എണീറ്റ സമയത്ത് നല്ല വാശി ഉണ്ടായിരുന്നു. അതിന് കുറേ നേരം വരെ ഞാൻ എനിക്ക് പാൽ കൊടുത്തിട്ട് ഓൻ്റെ കൂടെ അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ പൊടി കുഴയ്ക്കാൻ നോക്കുമ്പോഴേക്കും പൊടി നല്ല പോലെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കുഴച്ചിട്ടും ഒരു വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി അങ്ങനെ കുഴച്ച് വെച്ചതായിരുന്നു. അങ്ങനെ ഞാൻ നൈസ് പത്തിരി ഉണ്ടാക്കാനുള്ള പ്ലാൻ മാറ്റി. ഇത് വെച്ചിട്ട് എങ്ങനെയായാലും നൈസ് പത്തിരി ഉണ്ടാക്കിയാലും റെഡി ആവില്ല. ഞാൻ പിന്നെ കുറച്ച് നൈസ് പത്തിരീൻ്റെ തന്നെ കുറച്ച് കട്ടിയായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാണ് ഞാനിന്ന് രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യപ്പെട്ട പണികളൊന്നും രാവിലെ ഉണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പം കറിയുള്ളതുകൊണ്ട് അങ്ങനെ പത്തിരി മാത്രം ഉണ്ടാക്കിയാൽ മതിയേനും. അങ്ങനെ പത്തിരി ഉണ്ടാക്കലും പിന്നെ മക്കൾ ഞാൻ വേഗം എണീപ്പിച്ചു കേട്ടോ. കാരണം ഇന്ന് നമുക്ക് ജസ്റ്റ് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരാൾ പാലൊക്കെ കുടിച്ച് മൂടൊക്കെ റെഡി ആയപ്പോൾ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അതേപോലെ തിരിച്ചു പോയി. ഇത് കണ്ടോ, ഞാൻ പത്തിരി എൻ്റെ കയ്യിൽ പ്രസ്സും കൂടി ഇല്ലാത്തതിനോണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. അപ്പം അതങ്ങനെ വല്ലാണ്ട് റെഡി ആയിട്ട് വരുന്നില്ലേലും പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പത്തിരിയാക്കി എടുത്ത്. അത് ഞാൻ പത്തിരി ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇസാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കാൻ പറഞ്ഞിട്ട്. അതിൽ ഇസാനെ എണീറ്റിട്ടില്ല, എസയും പിന്നെ ജമാൻ പിന്നെ നേരത്തെ ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഞാനും എസയും ജമാനും കൂടിയാണ് കേട്ടോ രാവിലെ ഫുഡ് കഴിച്ചത്. ഒരു പപ്പയും മോനും എണീറ്റിട്ടില്ലേനും.
രണ്ടാളും നല്ലോണം ലേറ്റായിട്ട് ഉറങ്ങി. രണ്ടാളും അല്ല, എല്ലാവരും നല്ല ലേറ്റ് ആവട്ടോ ഉറങ്ങാൻ. രാത്രി ജസ്റ്റ് പുറത്തൊക്കെ പോയി ചിലപ്പം 1 മണി 12:30 ആ ഒരു ടൈമൊക്കെ ആവും വീട്ടിൽ വരാൻ. അത് കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും എങ്ങനെയായാലും ലേറ്റ് ആവും. പ്രത്യേകിച്ച് സ്കൂളും കൂടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ലേറ്റായിട്ടാണ് ഉറങ്ങലും ലേറ്റായിട്ട് എണീക്കലൊക്കെ. അങ്ങനെ ഞാനിതാ പത്തിരിയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ജമാനും എസ്സിയും കൂടി വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്താണ്